ഹായ് നമസ്കാരം. 2026 സൗത്ത് കൊറിയൻ മാർക്കറ്റ് കൊടുത്ത റിട്ടേൺ 80% മുകളിലാണ്. അതുപോലെ തായ്വാൻ മാർക്കറ്റ് 45% മുകളിൽ 2026 റിട്ടേൺ കൊടുത്തു. ബ്രസീൽ ഏകദേശം 19% മുകളിൽ റിട്ടേൺ കൊടുത്തു. ജപ്പാൻ മാർക്കറ്റ് ഏകദേശം 13% മുകളിൽ റിട്ടേൺ കൊടുത്തു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്, അതായത് സെൻസെക്സ് നിഫ്റ്റിയും -8% ആണ് 2026 റിട്ടേൺ. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടർ പെർഫോമിംഗ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? നമുക്കറിയാം, ഏകദേശം 64ഓളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. പക്ഷേ RBIയുടെ റൂൾ അനുസരിച്ച് $7 ബില്യൺ മുകളിൽ നമുക്ക് ഫോറിൻ എക്സ്പോഷർ എടുക്കാൻ സാധിക്കില്ല ഈ പെർട്ടിക്കുലർ ഫണ്ടുകൾക്കെല്ലാം കൂടി. അതുകൊണ്ട് തന്നെ മിക്ക ഡെഡിക്കേറ്റഡ് ഇന്റർനാഷണൽ ഫണ്ടുകളും ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, SIP പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഫോറിൻ മാർക്കറ്റിൽ എക്സ്പോഷർ എടുക്കാൻ സാധിക്കും? മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് സിറ്റി വഴിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഗിഫ്റ്റ് സിറ്റി വഴി അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഓപ്പൺ എൻഡഡ് ഫണ്ട് വഴി എങ്ങനെ നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ എക്സ്പോഷർ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യയിൽ ഓപ്പൺ ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടാതെ തന്നെ ഫോറിൻ മാർക്കറ്റിൽ എക്സ്പോഷർ എടുക്കുന്ന ഒട്ടനവധി ഫണ്ടുകളുണ്ട്. ഓരോ സെക്ടറിലും ഡിഫറെന്റ് ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ടാണ് എവർഗ്രീൻ ഫണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്ലെക്സി ക്യാപ്പിലെ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും 100%, അതായത് എല്ലാ സമയത്തും ബെഞ്ച് മാർക്കിന് ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ഫണ്ടാണ് പരാഗ് പരി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഏകദേശം 23% മുകളിൽ ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ടായിരുന്ന ഒരു ഫണ്ടാണ്. ഏകദേശം 17,000 കോടിക്ക് മുകളിലാണ് പരാഗ് പരീക്ക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഫോറിൻ മാർക്കറ്റിൽ എക്സ്പോഷർ എടുത്തിരിക്കുന്നത്. ഈ ഫണ്ടിന് തന്നെ ഏകദേശം 1,70,000 കോടിക്ക് മുകളിൽ AUM ഉള്ള ഒരു ഫണ്ടാണ്. വളരെ ലോങ് ട്രാക്ക് റെക്കോർഡ് ഒരു ഫണ്ടാണ്. ലാസ്റ്റ് 5 ഇയർ ഈ ഫണ്ട് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 15% മുകളിൽ CAGR ഉണ്ട്. മറ്റൊരു ഫണ്ടാണ് SBI ഫോക്കസ്ഡ് ഫണ്ട്. നമുക്കറിയാം, ഫോക്കസ്ഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു 20, 25, 30 മാത്രം സ്റ്റോക്കുകൾ ഒരു വളരെയധികം കോൺസെൻട്രേറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടാണ് ഫോക്കസ്ഡ് ഫണ്ട് കാറ്റഗറി എന്ന് പറയുന്നത്. അല്ല, SBI ഫോക്കസ്ഡ് ഫണ്ട് ലോങ് ടൈം വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഫണ്ടാണ്. ഈ ഫണ്ടിൽ ഏകദേശം 13%, ഏകദേശം 5,000 കോടിക്ക് മുകളിൽ ഫോറിൻ എക്സ്പോഷർ എടുത്തിട്ടുണ്ട്. ആൽഫബറ്റ് പോലെയുള്ള കമ്പനികളിലാണ് ഇവർക്ക് ഫോറിൻ എക്സ്പോഷർ ഉള്ളത്. നമുക്കറിയാം, ആൽഫബറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയാണ്. അപ്പോൾ അതിൽ ഏകദേശം 13% ആൽഫബറ്റ് പോലെയുള്ള കമ്പനികളിൽ SBI ഫോക്കസ്ഡ് ഫണ്ടിന് എക്സ്പോഷർ ഉണ്ട്. മറ്റൊരു ഫണ്ടാണ് DSP വാല്യൂ ഫണ്ട്. നമുക്കറിയാം, വാല്യൂ കാറ്റഗറിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ടിൽ ഒന്നാണ് DSP വാല്യൂ ഫണ്ട്. ഇതിൽ ഏകദേശം 15% ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ഒരു ഫണ്ടാണിത്. 500 കോടി 600 കോടിക്ക് അടുത്ത് ഫോറിൻ എക്സ്പോഷർ ഉള്ള ഒരു ഫണ്ടാണ് DSP വാല്യൂ ഫണ്ട്. എമർജിംഗ് മാർക്കറ്റിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫണ്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, എമർജിംഗ് മാർക്കറ്റ് ആണ് റീസെന്റ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. ലൈക്ക് തായ്വാൻ, സൗത്ത് കൊറിയ, ചൈന പോലെയുള്ള മാർക്കറ്റുകളിലാണ് ഈ ഫണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയിലൊക്കെ വളരെ നല്ല എക്സ്പോഷർ ഉള്ള ഒരു ഫണ്ടാണ് DSP വാല്യൂ ഫണ്ട്. മറ്റൊരു ഫണ്ടാണ് ബിർള സൺ ലൈഫ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്. നമുക്കറിയാം, ഡിവിഡൻഡ് ഈൽഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികളാണ് മിക്കവാറും ഡിവിഡൻഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെ നോക്കി സെലക്ട് ചെയ്ത് ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിൽ ബിർള സൺ ലൈഫ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് 5% ഫോറിൻ മാർക്കറ്റിൽ എക്സ്പോഷർ ഉള്ള ഫണ്ടാണ്. മെയിൻ ആയിട്ടും US മാർക്കറ്റിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊരു ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടാണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്. ഏകദേശം 11% ആണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിന്റെ ഫോറിൻ എക്സ്പോഷർ. ഞാൻ നേരത്തെ പറഞ്ഞ എമർജിംഗ് മാർക്കറ്റിലാണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മറ്റൊരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ് മൾട്ടി അസറ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഏകദേശം 34ഓളം മൾട്ടി അസറ്റ് ഫണ്ടുകൾ ഇന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള AMCയുടെ ആയിട്ട് ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിൽ മെയിൻ ആയിട്ട് 4 ഫണ്ടുകളാണ് ഫോറിൻ എക്സ്പോഷർ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്. അതിൽ ഇൻവെസ്കോ മൾട്ടി അസറ്റ് ഫണ്ട് 14% ആണ് ഫോറിൻ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഏകദേശം 15% CAGR അല്ലെങ്കിൽ 15% 1 ഇയർ റിട്ടേൺ ഈ ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഫണ്ടാണ് DSP മൾട്ടി അസറ്റ് ഫണ്ട്. ഏകദേശം 13% ആണ് ഫോറിൻ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. 18% ആണ് ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ. അതുപോലെ ബന്ധൻ മൾട്ടി അസറ്റ് ഫണ്ട്. ബന്ധൻ മൾട്ടി അസറ്റ് ഫണ്ടിൽ 8% ഫോറിൻ ഇക്വിറ്റി ഉണ്ട്. അത് ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ 16% ഉണ്ട്. അതുപോലെ നിപ്പോൺ മൾട്ടി അസറ്റ് ഫണ്ട് 5% ഫോറിൻ എക്സ്പോഷർ ഉണ്ട്. അത് 16% ആണ് ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ. മറ്റൊരു കാറ്റഗറി ഫണ്ടാണ് എല്ലാവർക്കും വളരെ പ്രിയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫണ്ടാണ് SBI ചിൽഡ്രൻസ് ഫണ്ട്. നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫണ്ടുകളിലൊന്നാണ് SBI ചിൽഡ്രൻസ് ഫണ്ട്. ഏകദേശം 15% മുകളിൽ ഫോറിൻ എക്സ്പോഷർ ഉള്ള ഫണ്ടാണ് SBI ചിൽഡ്രൻസ് ഫണ്ട്. 15% മുകളിലാണ് SBI ചിൽഡ്രൻസ് ഫണ്ട് ലാസ്റ്റ് 5 ഇയർ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാറ്റഗറിയാണ് ടെക്നോളജി കാറ്റഗറി. അതിൽ ഇഡിൽ വൈസ് ടെക്നോളജി ഫണ്ട് 29% ഫോറിൻ മാർക്കറ്റ് എക്സ്പോഷർ ഉള്ളതാണ്. പ്രൊഡോമിനൻ്റ്ലി US മാർക്കറ്റിലാണ് അവർക്ക് എക്സ്പോഷർ ഉള്ളത്. അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ ഇന്ത്യ ടെക്നോളജി ഫണ്ട് 22% ഫോറിൻ മാർക്കറ്റ് എക്സ്പോഷർ ഉണ്ട്. SBI ടെക്നോളജി ഓപ്പർച്യൂണിറ്റി ഫണ്ട് 14% ഫോറിൻ മാർക്കറ്റ് എക്സ്പോഷർ ഉണ്ട്.
ആദിത്യ ബിർള സൺ ലൈഫ് ടെക്നോളജി ഫണ്ട് 6% ഫോറിൻ മാർക്കറ്റ് എക്സ്പോഷർ ഉണ്ട്. അതുപോലെ തന്നെ ICICI ടെക്നോളജി ഫണ്ട് ഏകദേശം 5% ഫോറിൻ മാർക്കറ്റ് എക്സ്പോഷർ ഉള്ള ഫണ്ടാണ്. മറ്റൊരു കാറ്റഗറിയാണ് ഹെൽത്ത് കെയർ ഫണ്ടുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കാറ്റഗറി. ഇഡൽവൈസിൻ്റെ ഹെൽത്ത് കെയർ ഫണ്ട് 29% ഹോൾഡ് ചെയ്യുന്നത് ഫോറിൻ മാർക്കറ്റുകളിലാണ്. മെയിൻലി US ഫാർമ കമ്പനികളിലാണ് അവർ എക്സ്പോഷർ എടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഫണ്ടാണ് DSP ഹെൽത്ത് കെയർ ഫണ്ട്. ഏകദേശം 18% ഫോറിൻ എക്സ്പോഷർ ഉള്ളൊരു ഫണ്ടാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ലോങ് ടൈമിലേക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് തരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് കൂടാതെ തന്നെ ഫോറിൻ മാർക്കറ്റിൽ എക്സ്പോഷർ എടുക്കണം. ഈ സെമി കണ്ടക്ടറും അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതൊക്കെ കൂടുതൽ എക്സ്പോഷറുള്ള ഫോറിൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫണ്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരിക്കലും ഒരു ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. നിങ്ങൾക്ക് ഇന്ത്യൻ ഇക്വിറ്റിയിലും ഇൻ്റർനാഷണൽ ഇക്വിറ്റിയിലും ഒരു നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള അറിവുകളുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്